ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടെ ദൈവശബ്ദത്തിന് കാതോർക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ക്രിസ്തുബന്ധത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ ഉള്ള ക്ഷണമായിട്ട് ഈ വചന ശുശ്രൂഷയെ എടുക്കണമെന്ന് ഹൃദയപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. പലപ്പോഴും ദൈവവചനത്തിൻ്റെ ധ്യാനം ഒരു ആശയം എന്ന വണ്ണമാണ് ഇന്ന് നാം സ്വീകരിക്കുന്നത്. മനസ്സിന് കുളിർമ തരുന്നതും മനഃശാസ്ത്രപരമായ ചില സന്തോഷങ്ങൾ സമ്മാനിക്കുന്നതുമായ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആശയങ്ങളല്ല യഥാർത്ഥ വചന ശുശ്രൂഷ. വചനമെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവമായിട്ട് ദൈവവചനത്തെ സ്വീകരിപ്പാൻ മനസ്സ് കാണിക്കുന്നവർക്ക് അത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവാനുഭവമാണ്. മനസ്സിന് ഉണ്ടാകുന്ന, മനസ്സിന് ലഭ്യമാകുന്ന ഒരു ശാന്തതയോ സുഖമോ കുളിർമയോ ഒന്നുമല്ല യഥാർത്ഥ വചന ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ യഥാർത്ഥ വചന ശുശ്രൂഷ സൃഷ്ടിക്കുന്ന ഒരു വ്യത്യാസം അതല്ല. യഥാർത്ഥ വചന ശുശ്രൂഷ സൃഷ്ടിക്കുന്ന വ്യത്യാസം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിണാമമാണ്, പുതിയ മനുഷ്യനായിട്ടുള്ള രൂപാന്തരപ്പെടലാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ നാം ഗൗരവമായി എടുക്കുകയും ക്രിസ്തു സംസാരിക്കുന്ന വാക്കുകളായിട്ട് അതിനെ സ്വീകരിപ്പാനും നാം ധൈര്യം കാണിക്കണമെന്ന് സ്നേഹപൂർവ്വം നിർബന്ധിക്കട്ടെ. ഇന്നത്തെ വേദവായനയ്ക്കായും പഠനത്തിനായും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. എബ്രായർ 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യം. ഞാൻ 19-ാമത്തെ വാക്യം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അല്പം നീണ്ട ഒരു വാക്യമാണ്. 3-4 വാക്യങ്ങൾ ഒറ്റ സെൻറ്റൻസായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഒറ്റ വായനയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല എന്നത് എനിക്ക് തോന്നുന്നു. നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നീങ്ങാം. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വെളിച്ചം വളരെ ശ്രേഷ്ഠമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച്, ക്രിസ്തു വഴി നമുക്ക് സംലഭ്യമാകുന്ന ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ പ്രത്യേകമായി പറയപ്പെട്ടിട്ടുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നു, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഈ തിരശീല എന്ന ആ ഒരു പദം വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഈ തിരശീല. അത്യാവശ്യം വേദപരിചയമുള്ളവർക്ക് ഈ തിരശീലയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും യെരൂശലേം ദേവാലയത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണത്. യെരൂശലേം ദേവാലയത്തിൻ്റെ ഘടനയിൽ മഹാവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഒരു തിരശീല ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1-2 തിരശീലകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ മഹാവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള സ്ഥലത്ത് ഒരു തിരശീല ഉള്ളതായിട്ട് കാണുന്നു. ആ തിരശീലയ്ക്കുള്ളിൽ, ആ തിരശീല ഒരിക്കലും മാറ്റിയിരുന്നില്ല. ആ തിരശീലയ്ക്കുള്ളിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം പ്രവേശിച്ച് ആ തിരശീലയ്ക്കുള്ളിൽ ധൂപാർപ്പണം നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം പ്രവേശിച്ച് ധൂപാർപ്പണം നടത്തിയിരുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തിന് മുൻപുള്ള തിരശീല യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് ആ തിരശീല മേൽതൊട്ട് അടിവരെ 2ആയി കീറി എന്നുള്ളത്
നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വേദപുസ്തകം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി സാക്ഷിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സമയത്ത് ഈ തിരശ്ശീല രണ്ടായി കീറപ്പെട്ടു. വാസ്തവത്തിൽ എന്തായിരുന്നു അത് നൽകുന്ന സൂചന? ആ സൂചനയും ഈ വായിച്ച വേദഭാഗവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സൂചന ഇതാണ്. പഴയ നിയമ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മഹാവിശുദ്ധ സ്ഥലത്തുള്ള ദൈവത്തിൻ്റെ തേജസ് ദർശിക്കുവാൻ സാധാരണ വിശ്വാസിക്ക് അനുവാദമില്ലായിരുന്നു. ദൈവത്തിൻ്റെ തേജസ്, സ്വർഗീയ പിതാവിൻ്റെ തേജസ് ദർശിക്കുവാൻ സാധാരണ വിശ്വാസിക്ക് അനുവാദമില്ലായിരുന്നു. അത് ആ തിരശ്ശീലയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ മാത്രമേ ആണ്ടിലൊരിക്കൽ അത് ദർശിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ എന്ത് സംഭവിച്ചു? ഈ തിരശ്ശീല രണ്ടായി കീറി എന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള വലിയൊരു മറ ക്രിസ്തുവിലൂടെ മാറ്റപ്പെട്ടു. അതാണ് ക്രിസ്തു മധ്യസ്ഥനായിട്ട് അവിടെ രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു യേശു ഏക മധ്യസ്ഥൻ എന്നൊക്കെ തീമോത്തിയോസിൻ്റെ ലേഖനം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ തിരശ്ശീലയുടെ സ്ഥാനത്ത് ക്രിസ്തു വന്നു. ഈ തിരശ്ശീലയുടെ സ്ഥാനത്ത് ഇപ്പോൾ ക്രിസ്തുവാണ്. ഇനി ഈ ക്രിസ്തു എന്ന വഴിയിലൂടെ പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ക്രിസ്തുവിനപ്പുറയുള്ള, ആ തിരശ്ശീലയ്ക്കപ്പുറയുള്ള, ക്രിസ്തുവാകുന്ന തിരശ്ശീലയ്ക്കപ്പുറയുള്ള ദൈവപിതാവിൻ്റെ തേജസ്സിനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അത് ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് താൻ ജീവനുള്ള ഒരു പുതിയ വഴിയായി. തിരശ്ശീല എന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്ത വസ്തുവായിരുന്നു. നമുക്കറിയാം, തിരശ്ശീല ഒരു തുണി തുന്നി വെച്ചിരിക്കുന്ന ഒരു വസ്തു മാത്രമാണ്. അതിന് ജീവനില്ല. അതും അത് രണ്ടായി കീറപ്പെട്ടു. എന്നാൽ ക്രിസ്തുവോ ആ പിതാവിൻ്റെ തേജസ് ദർശിക്കുവാൻ, സാധാരണ മനുഷ്യന് ദർശിക്കുവാൻ വേണ്ട ഒരു പുതിയ വഴിയായി പരിണമിച്ചു. ഒരു പുതിയ വഴിയായി യേശുക്രിസ്തു രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതന് മാത്രം സംലഭ്യമായിരുന്ന ആ ദൈവിക തേജസ്സിലേക്കുള്ള ആക്സസ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ തേജസ്സിൽ എത്തപ്പെടാനുള്ള സാധ്യത തുറന്നിടുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ സന്ദേശം എന്താണ്? ഇവിടെ നമുക്കുള്ള സന്ദേശം എന്താണ്? ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ നമുക്കുള്ള സന്ദേശം ഇതാണ്. ഇവിടുത്തെ തിരശ്ശീല കീറിപ്പോയെങ്കിലും ഇവിടെ ഒരു പുതിയ തിരശ്ശീല വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് പോയിന്റ്. നമ്മൾ വിചാരിക്കുന്നത് ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയി, ഇനി ആർക്ക് വേണേലും കയറി പിതാവിൻ്റെ തേജസ് കാണാമെന്നാണ്. നോ, ഇവിടെ ഒരു പുതിയ തിരശ്ശീല രൂപപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവാകുന്ന തിരശ്ശീലയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. യേശുക്രിസ്തുവാകുന്ന ഒരു പുതിയ തിരശ്ശീല അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പഴയ തിരശ്ശീല, തുണിയുടെ തിരശ്ശീല കീറിപ്പോയി. പക്ഷെ ക്രിസ്തുവാകുന്ന ഒരു പുതിയ തിരശ്ശീല ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ തിരശ്ശീലയുടെ ഉള്ളിൽ കൂടെ കയറി വേണം. ഇത് വാതിലും കൂടിയാണ്, വഴിയാണ്, വാതിലാണ്. ഈ തിരശ്ശീലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റേ തിരശ്ശീലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അരികിൽ കൂടെ എവിടെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ തിരശ്ശീല എന്ന് പറഞ്ഞാൽ ഈ തിരശ്ശീല തന്നെ വഴിയാണ്, ഈ തിരശ്ശീല തന്നെ വാതിലാണ്. യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഞാൻ വഴിയാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഞാൻ വാതിലാണ്. യേശുക്രിസ്തു തന്നെയാണ് വഴി, വാതിൽ. അപ്പോൾ പഴയ നിയമ തിരശ്ശീലയും പഴയ നിയമ തുണിയുടെ തിരശ്ശീലയും പുതിയ നിയമ ക്രിസ്തുവാകുന്ന തിരശ്ശീലയും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ലാഘവത്വം എന്താണെന്ന് വെച്ചാൽ, അയ്യോ പഴയ തിരശ്ശീലയ്ക്കകത്തൂടെ പുരോഹിതന് മാത്രമല്ലേ കയറാൻ പറ്റുമായിരുന്നുള്ളൂ ആണ്ടിലൊരിക്കൽ, ഇതിപ്പോൾ യേശു വന്ന തിരശ്ശീല ആയതിലൂടെ ആർക്കും കയറാമല്ലോ. ആർക്കും കയറാം, തടസ്സമൊന്നുമില്ല. എല്ലാവർക്കും യേശു ക്രിസ്തുവാകുന്ന തിരശ്ശീലയിലൂടെ കയറാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ തിരശ്ശീല ജീവനുള്ള തിരശ്ശീലയാണ്. അതാണ് ഈ തിരശ്ശീലയുടെ പ്രത്യേകത. യേശുക്രിസ്തു ആകുന്ന തിരശ്ശീല ജീവനുള്ള തിരശ്ശീലയാണ്.
എന്നാൽ പഴയ തിരശ്ശീലയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. പഴയ തിരശ്ശീലയ്ക്ക് ജീവനില്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കട്ടുകയറാൻ ശ്രമിച്ചാലും പഴയ തിരശ്ശീലയ്ക്ക് തടയാൻ പറ്റില്ലായിരുന്നു. കാരണം അത് ജീവനില്ലാത്തൊരു വസ്തുവാണ്. ആരെങ്കിലും ഒരാൾ, പുരോഹിതന്മാരോ ആരും ഇല്ലാത്തൊരു നേരത്ത് സൈഡിൽ കൂടെ അങ്ങ് കയറിയേക്കാമെന്ന് വിചാരിച്ച് ആ തിരശ്ശീല മാറ്റി അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഈ തിരശ്ശീലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ജീവനില്ലാത്ത വസ്തുവാണ് ആ തിരശ്ശീല. എന്നാൽ ഈ ക്രിസ്തുവാകുന്ന തിരശ്ശീല ജീവനുള്ളതായതുകൊണ്ട് കട്ടുകയറാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ പോയിന്റ്. തിരശ്ശീല, ക്രിസ്തുവാകുന്ന തിരശ്ശീല ജീവനുള്ള തിരശ്ശീലയായതുകൊണ്ട് ഈ തിരശ്ശീലയ്ക്ക് കാണാം ആരാണ് കയറാൻ വരുന്നത്. ഈ കയറാൻ വരുന്നവൻ ഈ തിരശ്ശീലയിൽ കൂടെ കയറാനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടാണോ വരുന്നത്? അഥവാ ഇനി ഇവൻ ഈ തിരശ്ശീലയ്ക്കകത്തൂടെ കയറ്റാൻ കൊള്ളാവുന്നവനാണോ ഈ വരുന്നത്? ഇവന് പുറമേ അഭിനയം, ആത്മീയത അഭിനയിച്ചു വരുന്ന ഒരു കപടഭക്തനാണോ ഈ വരുന്നത്? അതോ അവൻ്റെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ അകത്തുള്ള പിതാവിൻ്റെ തേജസ് ദർശിക്കത്തക്കവണ്ണം ഇവൻ്റെ ഉള്ളിൽ അതിനുള്ള വെളിച്ചമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള വിശുദ്ധിയുണ്ടോ? ഇതൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭയങ്കരമായ സ്കാനറാണ് വാസ്തവത്തിൽ ക്രിസ്തു. അതുകൊണ്ട് പഴയ നിയമ തിരശ്ശീലയ്ക്കകത്തെ തേജസ് കാണാൻ പറ്റിയില്ല എന്നുള്ളതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ട്. എന്നെ ശ്രവിക്കുന്ന സഹോദരാ, നീ വെറുതെ യേശുവിലൂടെ കയറാമെന്ന് വിചാരിക്കല്ലേ, കർത്താവിനെ പറ്റിച്ചു കയറാമെന്ന് വിചാരിക്കല്ലേ, കട്ട് കയറാമെന്ന് വിചാരിക്കല്ലേ, അരികിൽ കൂടെ ആരും കാണാതെ കയറാമെന്ന് വിചാരിക്കല്ലേ. 1000 സൂര്യനേക്കാൾ തേജസ്സേറിയ തീക്കനലേറുന്ന കണ്ണുകൾ കൊണ്ട് സസൂക്ഷ്മം ശ്രദ്ധയോടെ ഹൃദയവികാര വിചാരങ്ങളെ നിരൂപിച്ചും വിവേചിച്ചും അറിയുന്ന ആ ക്രിസ്തു തന്നെയാണ് കയറാൻ വരുന്ന ദൈവപിതാവിൻ്റെ തേജസ്സിലേക്ക് എത്തി നോക്കാൻ വരുന്ന നിന്നെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നീ തിരിച്ചറിയണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ക്രിസ്തു നിന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. നിന്നെ നന്നായിട്ട് അറിയാം കർത്താവിന്. ഇന്നെല്ലാവരും സൂത്രത്തിൽ കയറിപ്പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് വളരെ എളുപ്പത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അകത്തോട്ട് കയറിപ്പോകാൻ വേണ്ടി കാത്തിരിക്കും എല്ലാവരും. അതുകൊണ്ട് പല സൂത്രപ്പണികളും ചെയ്യുന്നു മനുഷ്യൻ. ഇന്ന് പലപ്പോഴും അനുഷ്ഠാനങ്ങളാകുന്ന സൂത്രപ്പണികളായിട്ട് മനുഷ്യൻ വരുന്നു. പലതരം അനുഷ്ഠാനങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള അനുഷ്ഠാനങ്ങളാണ് മനുഷ്യൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യേശു ക്രിസ്തു ആകുന്ന തിരശ്ശീലയിൽ വേണ്ടതുപോലെ അർപ്പിക്കുന്നില്ല. എന്നിട്ട് എന്താ? ജീവനില്ലാത്ത അനുഷ്ഠാനങ്ങൾ. പലപ്പോഴും അധര വ്യായാമം പോലത്തെ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, വെറും അക്ഷരങ്ങളുടെ ചൊൽത്തുകൾ, ആത്മാവില്ലാത്ത പ്രവൃത്തി, വിശുദ്ധിയില്ലാത്ത പ്രവൃത്തി. ഇതിലൂടെ കയറിപ്പറ്റാമെന്നാണ് പലരുടെയും വിചാരം. നടക്കില്ല. എന്നെ ശ്രവിക്കുന്ന സഹോദര, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് വന്ന് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ വന്ന് കൈകൂപ്പി നിന്നാൽ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അകത്ത് കടക്കാമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നടക്കില്ല. യൂദ അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കിയതാണല്ലോ, നടന്നില്ലല്ലോ. യൂദായ്ക്ക് മരണമാണല്ലോ ഉണ്ടായത്, അതിദാരുണമായ മരണമാണല്ലോ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നടക്കില്ല. പല ആളുകളും ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ മുഖം മൂടി വെച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. ദേവാലയത്തിൽ മുഖം മൂടി വെച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മുഖം മൂടി വെച്ചിട്ട് ദേവാലയത്തിൻ്റെ അകത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ഒരുവൻ തിരശ്ശീലയായിട്ടുണ്ട് എന്ന് നീ തിരിച്ചറിയുന്നില്ല. ആരും അറിയാതെ ഇരുട്ടത്ത് രഹസ്യത്തിൽ നീ ചെയ്ത പാപം കർത്താവിൻ്റെ മുൻപിൽ പകൽ പോലെ പ്രകടമാണ് മനുഷ്യ. പിന്നെ എന്തിനാണ് നീ കർത്താവിൻ്റെ മുൻപിൽ കപടമുഖം അഭിനയിക്കുന്നത്? സാധ്യമല്ല. അങ്ങനെ കർത്താവിൻ്റെ അഗ്നിജ്വാലയെ വെല്ലുന്ന നയനങ്ങളെ കടന്ന് തിരശ്ശീലയ്ക്കകത്ത് പിതാവിൻ്റെ തേജസ് ദർശിക്കാൻ അസാധ്യം. അതുകൊണ്ട് സൂത്രപ്പണികളൊക്കെ വിട്ടാട്ടെ. ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലമാണ്. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിട്ടുള്ള ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. സൂത്രപ്പണികൾ വിട്ടാട്ടെ. ഇന്ന് സൂത്രപ്പണികൾ നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള സൂത്രപ്പണികളാണ്! ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പണികളെ, പരിപാടികളെയൊക്കെ
വചനവിരുദ്ധമായ പ്രവർത്തികളൊക്കെ ഇന്ന് മോറലൈസ് ചെയ്യുന്ന ഒരു സംസ്കാരം. മദ്യപിച്ച് നടക്കുന്നവൻ അതിനെ മോറലൈസ് ചെയ്യുന്നു. മദ്യപാനം എന്ന ദുർസ്വഭാവത്തെ സോഷ്യലൈസ് ചെയ്യുന്നു, അങ്ങനെ അതിനെ മോറലൈസ് ചെയ്യുന്നു. അത് തെറ്റല്ല, അതിന് ചില പുതിയ മാനദണ്ഡങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ സ്വർഗ തിന്മകൾ, സ്വർഗ വിവാഹം ഉൾപ്പെടെയുള്ളത് മോറലൈസ് ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു, ലീഗലൈസ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പാപത്തിൻ്റെ മേൽ കുമിഞ്ഞുകൂടുന്നു. ഇന്ന് അന്യദേവാരാധനയുടെ മേഖലയിൽ, വിഗ്രഹാരാധനയുടെ മേഖലയിൽ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് നടക്കുന്ന സമൂഹങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. ക്രിസ്തീയ സമുദായങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എല്ലാവരും വിചാരിക്കുന്നത് കർത്താവിനെ പറ്റിച്ചകത്ത് കടക്കാമെന്നാണ്. യേശു ക്രിസ്തു കരുണയുള്ളവനല്ലേ? യേശു ക്രിസ്തു വിനയമുള്ളവനല്ലേ? യേശു ക്രിസ്തു ആർദ്രതയുള്ളവനല്ലേ? അതുകൊണ്ട് എന്ത് പാപം വേണേലും ഇഷ്ടം പോലെ ചെയ്തിട്ട് ലോകത്തെ തൃപ്തിപ്പെടുത്തി, സമൂഹത്തെ തൃപ്തിപ്പെടുത്തി, ലോകത്തുള്ള സകലതിനെയും തൃപ്തിപ്പെടുത്തി, അങ്ങനെ അവസാനം കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മതി, രക്ഷ കിട്ടുമെന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഇല്ല കേട്ടോ, മനസ്സിലാക്കണം. അഗ്നിജ്വാലയെ വെല്ലുന്ന കണ്ണുകളുമായി ഒരു പുതിയ തിരശീല, ക്രിസ്തുവാകുന്ന തിരശീല പിതാവിന് മുൻപിലുണ്ട്. ദൈവപിതാവിന്റെ തേജസ്സിന് മുൻപിലുണ്ട്. നിത്യതയ്ക്ക് മുന്നിൽ അതിങ്ങനെ നിൽക്കുകയാണ് ആ ക്രിസ്തുവാകുന്ന തിരശീല. ആ നിത്യതയ്ക്ക് മുൻപിൽ ആ തിരശീല ഇങ്ങനെ നിൽക്കുക. എൻ്റെയും നിങ്ങളുടെയും ദൈവരാജ്യ പ്രവേശനത്തിന് മുൻപിൽ നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് ക്രിസ്തുവാകുന്ന ആ വലിയ തിരശീല. ഈ വലിയ തിരശീലയെ കടക്കാൻ സൂത്രപ്പണി കൊണ്ടൊന്നും പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും കരുണയുള്ള കർത്താവാണെന്ന്. പാപികളെ തേടി വന്നവനല്ലേ? തൻ്റെ ആദ്യത്തെ വരവ് പാപികളെ തേടിയായിരുന്നു. ശരിയാണ്, താൻ ഒന്നാമത് വന്നത് പാപികളെ തേടിയാണ്. താനത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിട്ടുള്ളത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ്. എന്നാൽ തൻ്റെ രണ്ടാമത്തെ വരവ് പാപികളെ തേടിയല്ല. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വിശുദ്ധന്മാരെ തേടിയാണ്, പാപികളെ തേടിയല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വരവിൽ കരുണയ്ക്ക് വേണ്ടി കരയാമെന്ന് കരുതി ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാറ്റിവെക്കാൻ ചിന്ത. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നിന്റെ പ്രായശ്ചിത്തത്തിന് അവിടെ സ്ഥാനമുണ്ടാകില്ല. ആ സമയത്ത് മനസാന്തരപ്പെടാമെന്ന് വിചാരിച്ചാൽ അതിന് നിനക്കൊരു അവസരം ഉണ്ടാവുകയില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ വാതിലിലൂടെ നിനക്ക് അകത്ത് കയറാനുള്ള ആക്സസ് ലഭിക്കും. അതുകൊണ്ട് വിശ്വസിക്കുക. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇന്ന് യേശു ക്രിസ്തുവിലെ വിശ്വസിച്ച് തേജസ്സിനെ വെല്ലുന്ന ആ കണ്ണുകൾ സൂക്ഷ്മതയോടെ എൻ്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ കളങ്കമില്ലാത്ത നിഷ്കളങ്കയും നിർമ്മലയുമായ മണവാട്ടിയായി മണവാളൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത നേടും മനുഷ്യ. ഇങ്ങനെ ലോകത്തിൻ്റെ പുറകെ ഓടി നടക്കാതെ നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം സമ്പാദിച്ചിട്ട് എന്ത് പ്രയോജനം? കാലത്തിൻ്റെ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെല്ലാം സമ്പാദിച്ചിട്ട് എന്ത് ഗുണമാണുള്ളത്? ഒരു പ്രയോജനവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എല്ലാം ശൂന്യമായി തീരുന്ന ഒരു കാലഘട്ടം ദൈവം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ എന്തേ മാനസാന്തരപ്പെടാത്തത്? എന്നിട്ടും നമ്മൾ എന്തേ ഈ തിരശീലയെ ഗൗരവമായി എടുക്കാത്തത്? ഇത് സങ്കടകരമായ ഒരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയാത്തത്? എൻ്റെ മുന്നിൽ നിൽക്കുന്ന തിരശീല യെരൂശലേം ദേവാലയത്തിലെ പഴയ തുണി തിരശീലയല്ല. എൻ്റെ മുന്നിൽ നിത്യതയ്ക്കും ദൈവരാജ്യത്തിനും എനിക്കും ഇടയിൽ നിൽക്കുന്ന തിരശീല യേശു ക്രിസ്തുവാകുന്ന തിരശീലയാണ്. ഇത് വളരെ ശക്തമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അവബോധമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ജീവനുള്ള പുതിയൊരു വഴിയായി രൂപാന്തരപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ ധൈര്യം വേണം. ധൈര്യം. സക്കറിയാ പുരോഹിതൻ ദേവാലയത്തിൻ്റെ പ്രധാന ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
സക്കറിയ പുരോഹിതന് ധൈര്യമില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും വേദപുസ്തകത്തിൽ. താൻ ധൂപാർപ്പണത്തിന് വേണ്ടി കയറിയ സമയത്ത് തൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി. മുഴുവൻ ധൈര്യവും ചോർന്നുപോയി സക്കറിയ പുരോഹിതന്. ധൈര്യമില്ല, പേടിച്ചരണ്ടാണ് സക്കറിയ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സക്കറിയ ഭയന്ന് പരവശനായി എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു, തൻ്റെ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു സക്കറിയായ്ക്ക്. ഈ സക്കറിയായ്ക്ക് അങ്ങനെ ധൈര്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ? സക്കറിയ അത്ര വലിയ പാപിയല്ലായിരുന്നോ? സക്കറിയ അങ്ങനെ പാപിയൊന്നും അല്ലായിരുന്നു. നല്ല വിശുദ്ധനായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു സക്കറിയ, പാപിയൊന്നുമല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സക്കറിയ പുരോഹിതനെ കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ആബിയാഗണത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു സക്കറിയ പുരോഹിതൻ. അഹറോന്റെ ക്രമത്തിൽ ആബിയാഗണത്തിൽപ്പെട്ട ശ്രേഷ്ഠനായ മനുഷ്യൻ. കൽപ്പനകളെല്ലാം ചിട്ടയോടെ പാലിക്കുന്ന ആളായിരുന്നു എന്ന് കൃത്യം എഴുതിയിട്ടുണ്ട്. സഖറിയയുടെ ഭാര്യ എലിസബത്ത് ആണെന്നുണ്ടെങ്കിലും അഹറോന്യ ഗണത്തിൽപ്പെട്ടവളായിരുന്നു. അവളും വിശുദ്ധയായി ജീവിച്ചു. അവൾ ദൈവത്തെയും മനുഷ്യനെയും പ്രീതിപ്പെടുത്തി വളരെ ദൈവത്തോട് അനുസരണയുള്ളവരായി ജീവിച്ച ഒരു വിശുദ്ധ കുടുംബം തന്നെയായിരുന്നു സക്കറിയയുടെ കുടുംബം. പക്ഷേ കൽപ്പനയെല്ലാം നിഷ്ഠയോടെ പാലിച്ച് ജീവിച്ചിട്ട് പോലും സക്കറിയ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ പേടിച്ചു വിറച്ചുപോയി, ഭയന്ന് പരവശനായിപ്പോയി, ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചിട്ട് പോലും, കുടുംബമായിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചിട്ട് പോലും ദേവാലയത്തിനകത്ത് കയറി ഗബ്രിയേലിനെ കണ്ട പേടിച്ചരണ്ട് പോയി സക്കറിയ. പക്ഷെ പ്രിയപ്പെട്ട സഹോദര, എനിക്കും നിനക്കും സക്കറിയ ഇത്ര പെർഫെക്റ്റ് ആയിരുന്നിട്ട് പോലും സക്കറിയക്ക് പേടിക്കേണ്ടി വന്നു. എനിക്കും നിനക്കും പേടിക്കേണ്ടി വരികയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്കും നിനക്കും എന്ന് പറയുമ്പോൾ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അതാണ് ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയും. അല്ലെങ്കിൽ ഇതെങ്ങനെ മൊത്തത്തിൽ അങ്ങ് എടുക്കല്ലേ ഞാൻ പറയുന്ന ഈ വാചകങ്ങൾ, അങ്ങനെ എടുക്കാനാണ് നമുക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. യേശുക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്നവന് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ തക്കവണ്ണം വിശുദ്ധിയെ നിലനിർത്തിയ ഒരു മനുഷ്യന് പേടിക്കേണ്ട, ഭയം വേണ്ട. അവന് ധൈര്യമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവന് ധൈര്യമുണ്ട്. ക്രിസ്തു നമ്മുടെ ധൈര്യമാണ്. സക്കറിയ പുരോഹിതൻ പേടിക്കേണ്ടിയിരുന്നു. സക്കറിയ പുരോഹിതൻ പേടിക്കേണ്ടിയിരുന്നു. കാരണം സക്കറിയ പുരോഹിതന് മുൻപ് യേശുക്രിസ്തു ഇല്ല. സക്കറിയ പുരോഹിതന് മുൻപ് യേശുക്രിസ്തു രക്തം ചിന്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സക്കറിയ പുരോഹിതന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ഒരു പാപത്തിന്റെ നിസാര കറയെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധിയുടെ പരിപൂർണനായ ദൈവത്തിന്റെ അടുത്തോട്ട് കടക്കുമ്പോൾ സക്കറിയ പേടിക്കണം. സക്കറിയ പേടിച്ചതിൽ അതിശയമൊന്നുമില്ല. പക്ഷേ എനിക്ക് പേടിക്കണ്ട. കാരണം എനിക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ധൈര്യമുണ്ട്. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ധൈര്യം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ജീവിച്ച മനുഷ്യനാണ് എങ്കിൽ, കർത്താവിൽ വസിക്കുന്നൊരു മനുഷ്യനാണ് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ വന്നുപോയ കുറവുകൾ, ഞാൻ അടിവരയിട്ടത് പറയട്ടെ, ഞാൻ അറിയാതെ വന്നുപോയ ചില കുറവുകൾ ഉൾപ്പെടെ ക്ഷമിച്ചുകൊണ്ട് അകത്ത് കയറാൻ ഉള്ള ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് വാസ്തവത്തിൽ ക്രിസ്തു തൻ്റെ രക്തത്താൽ എനിക്ക് സംലഭ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അകത്ത് കടന്നാൽ പിന്നെ നീ പേടിക്കണ്ട. കാരണം ക്രിസ്തു ആകുന്ന വാതിലിലൂടെ അകത്ത് കടന്നാൽ പിന്നെ നീ പേടിക്കണ്ട. പക്ഷേ യെരൂശലേം ദേവാലയത്തിലെ അവസ്ഥ അതല്ല. യെരൂശലേം ദേവാലയത്തിലെ തിരശീലയ്ക്കുള്ളിൽ കൂടെ അകത്ത് കടന്നാലും നീ പേടിക്കണം. കാരണം ആ തിരശീലയ്ക്ക് നിന്നെ അളക്കാനുള്ള ജീവൻ ഉണ്ടായിരുന്നില്ല. ആ തിരശീല നിന്നെ മനസ്സിലാക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സ്കാനർ ആയിരുന്നില്ല, സ്കാനിങ് മെഷീൻ ആയിരുന്നില്ല. അത് വെറും ഒരു തുണി മാത്രമായിരുന്നു. എന്നാൽ ഈ തിരശീല കൂടെ നീ അകത്ത് കയറിയാൽ പിന്നെ നീ പേടിക്കണ്ട, നിനക്കൊരു പ്രശ്നമില്ല. കാരണം അവിടെ തൻ്റെ രക്തത്താൽ ആണ് നീ അകത്ത് കയറിയിരിക്കുന്നത്. ഇനി നിനക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. യേശുക്രിസ്തുവിലൂടെ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ നീ പേടിക്കണ്ട. ദൈവത്തിൻ്റെ തേജസ് നിനക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കാൻ തക്കവണ്ണം പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ വാതിലിന് യേശു ക്രിസ്തുവിൻ്റെ ഷെയ്പ്പാണ് ക്രിസ്തുവാകുന്ന വാതിലിന്, അല്ലേ? വാതിൽ യേശു പറയാണ് ഞാൻ വാതിലാണെന്ന് പറയുമ്പോൾ എന്താ? യേശു ക്രിസ്തുവിൻ്റെ ഷെയ്പ്പാണ് ആ വാതിലിന്. നിങ്ങളതൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ ആ വാതിലിൽ കൂടെ കടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത്? ഞാൻ ക്രിസ്തുവിനേക്കാൾ ചെറുതാകണം, യേശു ക്രിസ്തുവിനേക്കാൾ ഞാൻ ചെറുതാകണം ആ വാതിലിൽ കൂടെ കടക്കാൻ. മാത്രമല്ല, ഒരു പ്രത്യേകത കൂടെ മനസ്സിലാക്കണം. ആ വാതിലിലൂടെ ഞാൻ അകത്ത് കിടക്കുമ്പോൾ എൻ്റെ കയ്യിലോ തോളിലോ ലഗേജസ് ഉണ്ടെങ്കിൽ എനിക്ക് അകത്ത് കിടക്കാൻ പറ്റത്തില്ല. ലഗേജുമായിട്ട് എനിക്ക് അകത്ത് കിടക്കാൻ പറ്റത്തില്ല. ആ ചാക്ക്, ബാഗ്, പെട്ടി ഇതൊന്നുമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ലഗേജിലേക്കുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ മനസ്സിലായവർക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്നതിൻ്റെ കാര്യം ഈ പറയുന്നത്. ലോകത്തിൻ്റെ പിന്നാലെ ഓടി നടന്ന് ലഗേജ് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ്. ഈ ലഗേജ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ യേശു ക്രിസ്തു ആകുന്ന വാതിലിൽ കൂടെ കടക്കാൻ പറ്റിയ കടക്കത്തില്ല കേട്ടോ. ക്രിസ്തു ലോകത്തിൻ്റെ മാനം, ലോകം നിങ്ങൾക്ക് തരുന്ന ഫെയിം, ലോകം നിങ്ങൾക്ക് തരുന്ന സമ്പത്ത്, ലോകം നിങ്ങൾക്ക് തരുന്ന ആഡംബരം, ലോകം നിങ്ങൾക്ക് തരുന്ന മാനം, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ക്രിസ്തുവിലൂടെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനേക്കാൾ ചെറുതായ ഒരു മനുഷ്യനാണ് അകത്ത് കടക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ ക്രിസ്തുവിനേക്കാൾ ചെറുതായി ഈ ലോകത്തിൻ്റെ പിന്നാലെയുള്ള എൻ്റെ ഓട്ടമാകുന്ന ലഗേജസ് എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് എബ്രായ ലേഖനത്തിലൂടെ അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കാനുള്ള ബോർഡിംഗ് പാസ് കിട്ടുന്നതിന് വേണ്ടി പ്രയത്നിക്കുക എന്ന്. അതിന് വേണ്ട കൂട്ടായ്മ, പ്രാർത്ഥനായോഗങ്ങൾ, സഭായോഗങ്ങൾ, ഇതൊന്നും നിങ്ങൾ മുടക്കരുത്. എന്നിട്ട് ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. ലാസ്റ്റ് സെന്റൻസ് 25-ാമത്തെ വാക്യം: നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യുക. നാൾ സമീപിക്കുന്നു എന്ന് തോന്നുന്തോറും, പ്രിയപ്പെട്ടവരെ, ശരിയാണ്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ നാൾ സമീപിച്ചിരിക്കുന്നു. അത് ആസന്നമാണ്. നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ എഴുന്നള്ളാറായി. കാഹളധ്വനി കേൾക്കാൻ സമയമായി. പ്രിയരെ, ഇപ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, ഗൗരവത്തോടുകൂടെ എതിരേൽക്കാൻ കാക്കുക. ഇപ്പോൾ ലോകത്തിൻ്റെ ലഗേജ് മറക്കാനോടാതെ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുക, കൂടി വരിക, കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവരാജ്യം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചെറിയ ഉപജീവനത്തിന് വേണ്ടി തിമോത്തിയോസിനോടുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. എന്നിട്ട് നിത്യത സ്വന്തമാക്കാൻ ഈ വാതിലിലൂടെ കടക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിനേക്കാൾ ചെറുതാകുന്നതിന് വേണ്ടി പ്രയത്നിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ക്ഷണമാണ് എബ്രായ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് നമുക്ക് നൽകാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണുന്ന തീജ്വാലയെ വെല്ലുന്ന തിരശീല, ജീവനുള്ള തിരശീല നമുക്കായി കാത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. നാഥ, ഞങ്ങളുടെ ജീവിതം ദൈവപ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജീവിതമാണ്. നിത്യതയിലെ ദൈവ തേജസ് ദർശിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ കൗദാശിക ജീവിതവും ആരാധനാ ജീവിതവും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ കർത്താവെ, ഞങ്ങൾക്കതിന് കഴിയാതെ പോകുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങൾ ക്രിസ്തുവിനോളം ചെറുതായിട്ടില്ല, ക്രിസ്തുവിനേക്കാൾ ചെറുതായിട്ടില്ല. ഞങ്ങൾ ലോകത്തിൻ്റെ ലഗേജസ് പെറുക്കിക്കൂട്ടുന്നതിൻ്റെ തിരക്കിലാണ്. തമ്പുരാനെ, അങ്ങേ അനുസരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ ഓടാതെ അന്ത്യകാലമാണ്, നാൾ സമീപിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ അങ്ങയെപ്പോലെ ആകുവാൻ, അങ്ങേക്കാൾ ചെറുതാകുവാൻ വേണ്ടി പ്രയത്നിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രേരിപ്പിക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ.